ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെളുത്തുള്ളി ചമ്മന്തിയാണ്. വളരെയധികം രുചിയുള്ള ഈ ഒരു ചമ്മന്തി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാവുന്നതാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ നല്ലൊരു ചമ്മന്തി തന്നെയാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ചമ്മന്തിയുടെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുപ്പത്ത് വെച്ച് ചുട്ടെടുക്കാം. ഈ വെളുത്തുള്ളി നമ്മൾ ചുട്ടെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ കരിഞ്ഞു പിടിക്കും. അപ്പോൾ നമുക്കിത് വളരെയധികം ലോ ഫ്ലെയിമിൽ വെച്ച് മറിച്ചും തിരിച്ചും നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നിക്കുന്ന ഒരു ചമ്മന്തിക്കൂട്ട് തന്നെയാണിത്. ഇന്ന് വരെ പാചകം ചെയ്യാത്തവരാണെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കൂട്ടുകാരെ, നമ്മുടെ ഈ പാചക രീതിയിൽ വെളുത്തുള്ളി കൂടിയേ തീരൂ അല്ലേ? രുചി മാത്രമല്ല, മറ്റു ചില സവിശേഷതകൾ കൂടി വെളുത്തുള്ളിക്കുണ്ട്. വെളുത്തുള്ളിയുടെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് അറിയുക തന്നെ വേണം. വെളുത്തുള്ളി ഇല്ലാത്ത അടുക്കളകൾ ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല. എല്ലാ അടുക്കളയിലും വെളുത്തുള്ളി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. കാലാകാലങ്ങളായി വെളുത്തുള്ളി നമ്മുടെ എല്ലാ അടുക്കളയിലെ വളരെ സുപ്രധാന ചേരുവ തന്നെയാണ്. ഏത് കറി വിഭവം തയ്യാറാക്കാനാണെങ്കിലും ഈ ചേരുവ പ്രധാനമായിരിക്കും. ഇനി എൻ്റെ അമ്മയുടെ തന്നെ കാര്യം പറയട്ടെ. ഏത് കറി ഉണ്ടാക്കിയാലും, ഇപ്പം നിസ്സാരം നമ്മളൊരു മോര് കറി തന്നെ ഉണ്ടാക്കിയാന്ന് വിചാരിക്കുക. അമ്മ ചോദിക്കും, കൊച്ചേ മോര് കറിയിൽ വെളുത്തുള്ളി ഇട്ടില്ലേ? ഇനി പരിപ്പ് വേവിച്ചെങ്കിൽ വെളുത്തുള്ളി ഇട്ടിട്ടല്ലേ വേവിച്ചത് എന്ന് ചോദിക്കും. അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ ചേർക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു ചേരുവക തന്നെയാണ് നമ്മുടെ ഈ വെളുത്തുള്ളി. വിഭവത്തിൻ്റെ സ്വാദ് തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ് ഇതിൻ്റെ സവിശേഷ രുചി. ഇനി ഇതൊന്നും കൂടാതെ വേറൊരു വിഭാഗം ആൾക്കാർ കൂടിയുണ്ട് കേട്ടോ. വെളുത്തുള്ളി കാണുന്നതും വായിൽ ചവയ്ക്കുന്നതും അതിൻ്റെ രുചിയും മണവും ഒന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാരുമുണ്ട്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോറടിപ്പിച്ചു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് പൊളിച്ചെടുത്താൽ മതിയാവും. ഞാൻ പൊളിച്ച നേരം ഇച്ചിരി ചൂടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ വിട്ട് പോന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് അല്ലി പുറത്തെടുക്കാനായിട്ട് വളരെ എളുപ്പം തന്നെയായിരിക്കും. വെളുത്തുള്ളി ചുട്ടതിന് നല്ലൊരു മണം തന്നെയായിരിക്കും കേട്ടോ. നമുക്കതിൻ്റെ പാകം മണത്തിലൂടെ നമുക്ക് പെട്ടെന്ന് അറിയാനും പറ്റും. ഗ്യാസ് സ്റ്റൗവിൽ തന്നെ വെച്ച് ചുട്ടെടുക്കണമെന്നൊന്നുമില്ല. അടുപ്പിലാണെങ്കിലും നമുക്ക് ഈ വെളുത്തുള്ളി കമ്പിയിൽ, നമ്മുടെ ഈ പപ്പട കുത്തി കമ്പിയിൽ, ആ കമ്പിയിൽ കോർത്ത് ഓരോന്നോരോന്നായി കോർത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതുമാണ്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഓരോ അല്ലികളും ഇതിൽ നിന്ന് വിടിയിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ആ മുഴുവൻ വെളുത്തുള്ളിയിൽ ഉണ്ടായിരുന്ന എല്ലാ അല്ലികളും ഞാനിപ്പോൾ വിടിയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം വെളുത്തുള്ളി മാത്രമായിട്ട് കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുടയാം കേട്ടോ. അതിൻ്റെ വെളുത്തുള്ളിയുടെ തൊലിയുടെ കരിഞ്ഞ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ചമ്മന്തിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. ആദ്യം തന്നെ ഒരു തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ നല്ല ജീരകം, 2 ടീസ്പൂൺ മല്ലി മുഴുവനായിട്ടുള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു 5 വറ്റൽമുളക് കൂടി എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിലുള്ള വറ്റൽമുളക് എടുക്കാം കേട്ടോ. ഒരു പാൻ ചൂടായതിനു ശേഷം ഈ ചേരുവക എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം. വെളുത്തുള്ളി മാത്രം ഇട്ടിട്ടില്ല, അതൊഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ മല്ലിയും നല്ല ജീരകവും കടുകും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടി നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്, എല്ലാം ചൂടായി കഴിയുമ്പോൾ ഒരു രസത്തിൻ്റെ ഒരു മണം വരും കേട്ടോ. അതാണ് ഇതിൻ്റെ പാകം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടൊക്കെ ഒന്ന് ആറി കഴിയുമ്പോൾ നമുക്കിതൊരു കുഞ്ഞ് മിക്സി ജാറിലേക്ക് ഇതെല്ലാം, ഈ ചേരുവക എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് കറക്കിയെടുത്താൽ മതിയാവും. ഒത്തിരി അങ്ങോട്ട് അരച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, വെളിച്ചെണ്ണയോ വെള്ളമോ ഒന്നും ചേർക്കാതെ തന്നെ ജാറിലേക്ക് ഇട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാൻ മറക്കരുത്. ജാർ അടച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇതേപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇനി നമ്മുടെ ഇടികല്ലുണ്ടല്ലോ, നമ്മൾ ഇടിക്കാൻ ഉപയോഗിക്കുന്നത്, ആ ഒരു കല്ലെടുക്കുക. അതിലേക്ക് ആദ്യം നമ്മുടെ വെളുത്തുള്ളി ഓരോന്നായിട്ട് ഇട്ട് നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം.
വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ജാറിലുള്ള നമ്മുടെ ആ ഒരു ക്രഷ് ചെയ്തെടുത്ത ആ ഒരു കൂട്ട് നമുക്ക് ഇതിലേക്കിടാം. മുഴുവനായിട്ട് തന്നെ ചേരുവയെല്ലാം ചേർത്തതിന് ശേഷം ചെറുനാരങ്ങയുടെ നീരാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു ചെറുനാരങ്ങ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ പകുതി നമുക്കിതേപോലെ അതിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് ഈ ഒരു ഇടികല്ലിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് മുഴുവനും നമ്മളിപ്പോൾ ആ ഇടികല്ലിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇടികല്ല് വെച്ചിട്ട് ഒന്ന് ചതച്ചു കൊടുക്കാം. 4-5 പ്രാവശ്യം നന്നായിട്ടൊന്ന് ചതച്ചു കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. നന്നായി ചതച്ചെടുത്തതിന് ശേഷം ഉപ്പൊക്കെ പാകമാണോ എന്ന് ഈ സമയം ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുപോലത്തെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഇല്ലയെന്നാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചപ്പാത്തിക്കൊക്കെ കറിയൊന്നും കൂട്ടാനില്ല എന്നാണെങ്കിൽ ഒരു വെളുത്തുള്ളി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ ചമ്മന്തി ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഈ ചമ്മന്തി സെർവ് ചെയ്യാം. നമ്മുടെ ഈ വെളുത്തുള്ളി ചുട്ടെടുത്ത വെളുത്തുള്ളിയുടെ ചമ്മന്തിയും പിന്നെ എന്തെങ്കിലും കറി മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ്, സ്റ്റേ ഹെൽത്തി, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.